ഹലോ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ സുഹൃത്തുക്കളായ എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള കുറേ പേരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ചാനലിലൂടെ എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന ഒരു കാലഘട്ടം മുതൽ അന്ന് മുതൽ ഈ കഴിഞ്ഞ കുറേയധികം ദിവസങ്ങൾ വരെ ഞാൻ വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത എൻ്റെ കമൻ്റ് ഇടുന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ ആ ഒരു കാലഘട്ടം മുതൽ ഈ ഒരു കഴിഞ്ഞ കുറേയധികം ദിവസങ്ങൾ വരെ മാനസികമായിട്ട് വളരെയധികം ടോർച്ചർ അനുഭവിക്കേണ്ടി വന്ന കുറേയധികം സാഹചര്യങ്ങളുണ്ട്. 4 വ്യക്തികൾ കാരണം. നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കാം ആ വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച്. ഒരു പ്രത്യേക തരം ഭിക്ഷാടന മാഫിയക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ മാതൃത്വത്തെ വരെ വിറ്റ് തിന്നുന്ന കുറേ പേർക്ക് വേണ്ടിയിട്ട് കുറേ പേരെ അവരുടെ കപടമുഖം നിങ്ങളുടെ മുന്നിലേക്ക് വലിച്ചു കീറി ഇട്ട് തരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിൻ്റെ പേരിൽ എൻ്റെ അഭിമാനത്തെയും എൻ്റെ മാതൃത്വത്തെയും എൻ്റെ സ്ത്രീത്വത്തെയും എൻ്റെ അമ്മയെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ സൗഹൃദങ്ങളെയും എൻ്റെ ബന്ധങ്ങളെയും അവരുടെ ഫാമിലീസിനെയും ഒക്കെ വളരെയധികം ക്രൂരമായി തന്നെ ആക്രമിച്ചു കൊണ്ടിരുന്നത് നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിരുന്ന ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ അന്ന് മുതലുള്ള വീഡിയോസ് ഒന്നും കാണാത്ത കുറേ അധികം ആൾക്കാർ വന്നിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇടുന്നുണ്ട്. അത് അവരൊന്നും അറിയാത്തത് കൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ചില വിമർശനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് എൻ്റെ വീഡിയോസ് ഫസ്റ്റ് മുതലേ കാണുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കാം, സിദ്ദിഖ് ഷാ എന്ന് പറയുന്ന ഒരു ഐഡിയിൽ കൂടി ഒരു സ്ത്രീയാണ് കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റുകൾ ഇടാറുണ്ടായിരുന്നു. കുറേ നാളുകളായിട്ട് അവരെ കാണാനില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കമൻറ്റുകളുടെ അടിയിൽ അവരിട്ടിട്ടുള്ള കമൻറ്റുകളുടെ അടിയിൽ ചെന്ന് എവിടെയാണ് എന്ന് ഞാൻ അവരെ അന്വേഷിക്കാറുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കറിയാമോ? എന്നെ മതപരമായി വിമർശിക്കുന്ന ഒരു അവസരത്തിൽ, അതായത് ഒരു വ്യക്തി മാത്രമല്ല, ഈ പറയുന്ന പാവപ്പെട്ട ഉമ്മ മാത്രമല്ല, ഒരു ഡ്രാക്കുള, ഒരു അഷ്കർ, സൂഫി സഫർ, ഇങ്ങനെ തുടങ്ങിയ 4 പേർ വ്യക്തമായി എന്നെ മതപരമായ വിശ്വാസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആക്രമിച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത ഒരു അവസരത്തിൽ വളരെ സ്പഷ്ടമായും വ്യക്തമായും ഒരു കമൻ്റ് ഇട്ടിട്ടുള്ള ഒരു ആളാണ് ഈ ഒരു സിദ്ദിഖ് ഷാ എന്ന് പറയുന്ന ആ ഐഡി കൂടി വരുന്ന ആ ഒരു കുട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ കുറേയധികം സ്വാധീനിച്ച കമൻറ്റുകൾ ഇട്ടിട്ടുള്ള ഒരാളാണ് ഈ സിദ്ദിഖ് ഷാ. അങ്ങനെ കുറേ നാളായി ആ പുള്ളിക്കാരി തീരെ കാണാനില്ലായിരുന്നു. അവരുടെ കമൻറ്റിൻ്റെ താഴെ പോയി ഞാൻ ഇവരെ അന്വേഷിച്ചു. കുറേ നാളുകൾ കഴിഞ്ഞ്, കുറേ മാസങ്ങൾ കഴിഞ്ഞ് അവർ എൻ്റെ കമൻറ്റിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇത്ത, എൻ്റെ കാലിൽ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ കാല് മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് എന്നെ പൊന്നു പോലെ നോക്കുന്നു. ഞങ്ങൾക്ക് 3 കുട്ടികളാണെന്ന് തോന്നുന്നു, മക്കളുണ്ട്. മക്കളെയും എന്നെയും പൊന്നു പോലെ എൻ്റെ ഹസ്ബൻഡ് നോക്കുന്നു. അവിടെ ആ കുട്ടിക്ക് നഷ്ടമായത് അവളുടെ ശരീരത്തിലെ ഒരു അവയവം തന്നെയാണ്. ആ അവയവം നഷ്ടമായ സ്ത്രീയെ അതില്ല, അങ്ങനെ ഒരു അവയവം ഇല്ല, അതുകൊണ്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് മറ്റൊരാളെ ഞാൻ വിവാഹം കഴിക്കുകയാണ്, എനിക്ക് നിന്നിൽ തൃപ്തി കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അസുഖത്തിൻ്റെ സമയത്ത് അവരെ വലിച്ചെറിഞ്ഞു കളയാതെ അവരെ ചേർത്ത് നിർത്തി ഇപ്പോഴും ആ ഒരു അവയവം ഇല്ലാത്ത ആ സ്ത്രീയുടെ മറ്റൊരവയവമായി നിലകൊള്ളുന്ന സിദ്ദിഖ് ഷാ എന്ന് പറയുന്ന വലിയ ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇതുപോലെ എൻ്റെ നമ്പർ ഒരു സ്ത്രീ പബ്ലിക്കാക്കിയപ്പോൾ എന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ റസീന എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, ഞാൻ വളരെ ചെറുപ്പമായിട്ടുള്ള ഒരാളാണ്. ചെറുപ്പം മീൻസ് അവരെ കണ്ടാൽ ചെറുപ്പമായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും അവരുടെ മക്കൾ കല്യാണം കഴിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. അവരുടെ ചില ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്,
എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു ബീനെ. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലെ ജോലി മതിയാക്കി വരാൻ ഒരു കാരണമുണ്ടായിരുന്നു. ആ കാരണം എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് എന്നൊരു അസുഖം ബാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കിടക്കയിൽ തന്നെ ആയപ്പോൾ എൻ്റെ മക്കൾ എന്നെ നോക്കുമായിരുന്നു എങ്കിലും എൻ്റെ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ ജോലി അവസാനിപ്പിച്ച് എന്നോടൊപ്പം കൂടി എനിക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകളും പരിചരണവും മെൻ്റലി ഭയങ്കര സപ്പോർട്ടും തന്നുകൊണ്ട് ഞാനിപ്പോൾ നന്നായി നടക്കുകയും എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പരുവത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും എൻ്റെ ഭർത്താവ് കാരണമാണ് എന്ന് അവർ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ കൂമങ്ങൾ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. കാരണം അതേ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ, ഈ പറയുന്ന റസീന എന്ന് പറയുന്ന സ്ത്രീയുടെ ഹസ്ബൻഡിനെ ശരിക്കും എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നിയിട്ടുണ്ട് ആ ഒരു മനുഷ്യനോട്. എല്ലാ ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീക്ക് കഴിയുന്നത് പലതും പുരുഷന് കഴിയില്ല, പുരുഷന് കഴിയുന്നത് പലതും സ്ത്രീക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ശരിക്കും സ്വന്തം ഇണയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ എല്ലാ വികാര വിചാരങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ആ ഇണ ഈ ലോകത്തിനു മുന്നിൽ തോറ്റു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇണയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ ഘടകങ്ങളും ജീവിക്കാൻ ആവശ്യമായ മെൻ്റൽ സ്ട്രെങ്തും കൊടുത്തുകൊണ്ട് കൂടെ നിൽക്കുന്ന ഇതുപോലുള്ള സിദ്ദിഖ് ഷായിനെ പോലുള്ള ഈ റസീനയുടെ ഭർത്താവിനെ പോലുള്ള 10,000 പുരുഷന്മാർ ജീവിച്ചിരിക്കുന്ന ഈ ലോകത്ത് 10,000 പുരുഷന്മാർ ജീവിച്ചിരിക്കുന്ന, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ തന്നെ കൊടുക്കാൻ തയ്യാറായി ജീവിച്ചിരിക്കുന്ന ആ പുരുഷന്മാരുള്ള ഈ ലോകത്ത് ഒരു യോഗ്യതയുമില്ലാത്ത കുറേ അധികം ആൾക്കാർ എന്തോ വലിയ ത്യാഗം ചെയ്തതുപോലെയും എന്തോ വലിയ നന്മ ചെയ്തതുപോലെയും നിറഞ്ഞാടുന്നത് കാണുമ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാതെ പോകാൻ മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയിട്ടും ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയതിന് ശേഷവും സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ ത്യാഗം ചെയ്തുകൊണ്ട് ആ മക്കളുടെ നന്മയെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് വെറും ഒരു സ്ത്രീയായി മാത്രം നിന്നുകൊണ്ട് മക്കളെ പോറ്റി വളർത്തുന്ന 10,000 ഉമ്മമാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇവരാരും തന്നെ പൊതു മീഡിയ യൂസ് ചെയ്തുകൊണ്ട് ഞാനിതാ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു എന്ന് പറയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഇത്രയധികം ത്യാഗം ചെയ്യുന്നു എന്ന് പറയാത്തത് കൊണ്ട് മാത്രം ഇവരുടെ മാതൃത്വത്തിനോ ഈ ഭർത്താക്കന്മാരുടെ ത്യാഗങ്ങൾക്കോ വിലയില്ലാതായി മാറരുത്. ചിലപ്പോഴെങ്കിലും നമ്മളൊക്കെ നമ്മുടെ മുന്നിൽ വന്ന് കിടന്ന് അഭിനയിച്ച് തിമിർക്കുന്ന കുറേ അധികം ജന്മങ്ങളെ എടുത്ത് തലയിൽ വെച്ച് ആരാധിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, സ്വന്തം ഇണയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പരസ്യപ്പെടുത്തേണ്ട ആവശ്യം ഒരു ജീവികൾക്കും ഇല്ല. അത് എൻ്റെ ഇണയാണ്, ഞാനത് അവർക്ക് ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഒരു അസുഖത്തിൻ്റെ ഘട്ടം വരുമ്പോൾ പോലും ആ ഇണയെ വലിച്ചെറിഞ്ഞുകൊണ്ട് എനിക്ക് സുഖം വേണം, എനിക്ക് സന്തോഷം വേണം, എനിക്ക് ലോകത്തില്ലാത്ത എല്ലാം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇണയെ വലിച്ചെറിഞ്ഞുകൊണ്ട് മറ്റൊരാളിനെ തേടി പോകുന്ന വരെ എടുത്ത് തലയിൽ വെച്ച് കൊണ്ടാടുമ്പോൾ എനിക്ക് ഈ കാര്യമൊന്ന് പറയണമെന്ന് തോന്നി. ഇനി മറ്റൊരു വിഷയത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ആ സ്ത്രീ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്ത്രീയും എനിക്ക് തോന്നുന്നു രണ്ടാമതൊരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരും ഒരു ഭാര്യയുള്ള ഒരാളിനെയാണ് കല്യാണം കഴിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ വിധവകളായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, കാരണം ജനങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എനിക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഞങ്ങളെപ്പോലുള്ളവർക്ക് ജനങ്ങളുടെ ചോദ്യം ചെയ്യലുകൾ സഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഇണയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടാമത് കല്യാണം കഴിച്ചു. എക്സാക്റ്റ് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ശരിക്കും ഇത്
ഒരു കാര്യമാണോ, ഒരു ന്യായമാണോ ഈ രണ്ടാം വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റൊരു ഇണയെ തേടുക എന്നുള്ളത് അതൊരു മോശം കാര്യം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവര് സ്വന്തം സമൂഹത്തിനെ എത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. അതായത് മറ്റുള്ളവർ എന്നെ അപവാദം പറയുന്നു, അതിൽ നിന്ന് ഒഴിയാൻ വേണ്ടി ഞാൻ വേറൊരു വിവാഹം കഴിച്ചു. അങ്ങനെ പറയുമ്പോൾ സാധാരണ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ വിവാഹത്തിന് ശേഷം അല്ലെങ്കിൽ അവര് ഭാര്യമാര് നാട്ടിൽ ഇരിക്കെ തന്നെ പിന്നെ അന്യദേശത്ത് ജോലി ചെയ്യുന്ന ഒട്ടനേകം ആണുങ്ങളുണ്ട്. അപ്പോൾ ആ ഭാര്യമാരും സമൂഹത്തിൽ ഒറ്റപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അവരുടെ ഇണ വേറൊരു രാജ്യത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇണതാ വേറെ രാജ്യത്താണ് നിൽക്കുന്നത്, എൻ്റെ അയൽവാസികൾക്ക് എന്നെ അപവാദം പറയുകയാണ്, അതുകൊണ്ട് ഞാൻ വേറൊരു വിവാഹം കഴിക്കാം എന്ന് പറയുന്നത് അത് ശരിയാകുമോ? അതേപോലെ തന്നെ ഇപ്പോൾ ഭർത്താക്കന്മാർ സുഖമില്ലാതായി, എൻ്റെ ഭർത്താവ് ഇതാ സുഖമില്ലാതായി, എന്നെ നോക്കാൻ കെൽപ്പില്ലാത്ത ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു എന്നതാ അയൽക്കാരൊക്കെയും അപവാദം പറയുന്നു, അതുകൊണ്ട് എൻ്റെ ഭർത്താവ് ഒരു വശത്ത് അവിടെ കിടക്കട്ടെ, ഞാൻ രണ്ടാമത് വേറൊരു വിവാഹം കഴിക്കാം. ഇതൊരു ന്യായമാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും അവരുടെ ആ ഒരു മുട്ടാപ്പോക്ക് ന്യായത്തിനെതിരെയാണ് ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. ഈ അവിഹിതം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സ്ത്രീ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് അവരൊന്ന് പുറത്തു പോകുമ്പോൾ ഇവളിതെവിടെയാണ് പോകുന്നത് എന്ന് നോക്കുന്ന ജനങ്ങൾ കാലമുണ്ടായ കാലം മുതലേ ഉണ്ട്. ഈ ലോകത്ത് വിധവകളായിട്ടും അല്ലെങ്കിൽ സിംഗിൾ പാരൻസ് ആയിട്ട് മക്കളെ വളർത്തുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്ത്രീകളുണ്ട്. ഈ ലക്ഷക്കണക്കിന് സ്ത്രീകളും സോഷ്യൽ മീഡിയയിൽ വന്ന് അയ്യോ ഞങ്ങൾ ഭയങ്കര ത്യാഗമതികളായ സ്ത്രീകളാണ്, ഞങ്ങൾ ഭർത്താക്കന്മാരില്ലാതെ ഞങ്ങളെ മക്കളെ പോറ്റുകയാണ് എന്നൊന്നും വന്ന് പറയാത്തത് കൊണ്ട് മാത്രം അവരുടെ ത്യാഗങ്ങൾ ആരും അറിയുന്നില്ല എന്ന് മാത്രം. ശരിക്കും നമ്മളെടുത്ത് പൊന്തിച്ചു വെച്ചിരിക്കുന്ന കുറേ അധികം സ്ത്രീകൾ, അതായത് മക്കളെ കാണിച്ചുകൊണ്ട് ശരിക്കും അങ്ങനെ തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം എക്സാക്റ്റ് ഞാൻ 6 കുട്ടികൾക്ക് ജന്മം നൽകി എൻ്റെ ഇഷ്ടം കൊണ്ടാണ്. ഞാൻ ഒറ്റ മോളാണ്, എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റ മോളായിട്ടാണ് വളർന്നത്. അപ്പോൾ എൻ്റെ മക്കൾ അങ്ങനെ വളരരുത് എന്ന ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ 6 കുട്ടികൾക്ക് ജന്മം നൽകിയത്. എനിക്കിതാ വളർത്താനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ ഞാൻ എനിക്ക് 6 കുട്ടികളുണ്ട്, അതുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടികളെ വളർത്താനായിട്ട് സാധിക്കുന്നില്ല, നിങ്ങളൊരു 500 രൂപ എനിക്ക് ഡെയിലി താ എന്ന് പറയുന്നത് അത് എന്ത് കോൺസെപ്റ്റാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി അതുപോലെ തന്നെ ഒട്ടനേകം സ്ത്രീകൾ നിരന്തരം ഇങ്ങനെ വിഷമതകൾ മാത്രം പറയും. അതായത് കുട്ടികളെ കാണിച്ചുകൊണ്ട് എനിക്ക് കുട്ടികളുണ്ട്, ഞാനും എൻ്റെ കുട്ടികളും മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ആ ഒരു കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. എല്ലാം ചെറിയ കുട്ടികളായിരിക്കും. ഈ കുട്ടികളെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ നിർത്തിയിട്ട് എനിക്ക് കുറേ കുട്ടികളുണ്ട്, എനിക്കിങ്ങനെ പറ്റുന്നില്ല, എനിക്കിങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തികം എടുത്ത് അവർക്ക് നീട്ടുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് ആ കുട്ടികളെ നിരന്തരം ഈ കുട്ടികളെന്ന് പറയുന്നത് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണല്ലോ. അതുപോലെ തന്നെ ഇവരുടെ ആവശ്യങ്ങളും വളർന്നുകൊണ്ടേയിരിക്കുമല്ലോ. എല്ലാ കാലത്തും നമുക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ അവർക്ക് ജീവിക്കാൻ ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇവർക്ക് നിങ്ങൾ ഒരു കാര്യവുമില്ലാതെ നിങ്ങൾ നിരന്തരം പൈസ കൊടുക്കുക എന്നുള്ളത് അതൊരു ശരിയായ ഒരു ദാനം അല്ല. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും സഹായത്തിന് അർഹരായവരല്ല. ഒരു മനുഷ്യന് നല്ല സമയവും ചീത്ത സമയവും ഒക്കെ ഇങ്ങനെ കടന്നു പോകാറുണ്ട്. അപ്പോൾ അവരിൽ സഹായം അർഹിക്കുന്ന സമയങ്ങളിൽ അവർക്ക് സഹായം എത്തിക്കുകയും അല്ലാതെ നിരന്തരം അവർ സഹായത്തിന് അർഹരായി മാറുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നതിലായിരിക്കണം നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്. അല്ലാത്ത പക്ഷം ദേഹമനങ്ങാതെ ഇരുന്ന് തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ മറ്റുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാരോട് ഇഷ്ടം, സ്നേഹം തുടങ്ങിയവയൊക്കെ തോന്നുകയും അവരുടെ ജീവിതം കോഞ്ഞാട്ടയാകുന്ന തരത്തിൽ ഇവരും പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം.
ഓക്കെ.